കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുടുംബ കാഴ്ചയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നീർ. എന്റെ മാതാവേ, ഇന്നെങ്കിലും പപ്പ നേരത്തെ വന്നല്ലോ. എന്നാൽ നമുക്ക് പപ്പേനും കൂട്ടി പ്രാർത്ഥിച്ചാലോ അമ്മേ? അല്ല, ഇന്നെ മക്കൾ രണ്ടുപേരും ഉറങ്ങിയില്ലേ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, പെട്ടെന്ന് പോയി പ്രാർത്ഥിച്ചോ. ജോയിച്ചാൻ വാ, എത്ര കാലം ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട്. ഞാൻ പിന്നെ വരച്ചോളാം, നിങ്ങൾ ചെല്ലേ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പപ്പ വാ, കുരിശ് വരയ്ക്കാം. ജോയിച്ചാനെ കണ്ടല്ലേ പിള്ളേർ വളരുന്നേ. ജോയിച്ചാൻ നല്ലത് കാണിച്ചാലല്ലേ അവരത് ചെയ്യൂ. എനിക്ക് എന്താ അടി ഒരു കുഴപ്പം? കുടുംബം വലിയ ഒരു ബന്ധത്തിൻ്റെ മേഖലയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, മക്കൾ പരസ്പരമുള്ള ബന്ധം. യഥാർത്ഥത്തിൽ ഈ ഒരു ബന്ധത്തിൻ്റെ സജീവത്വമാണ് ഓരോ കുടുംബത്തെയും സ്വർഗമാക്കുന്നത്. ദൈവം സ്വർഗീയമായ ഒരു സാഹചര്യം ഓരോ മനുഷ്യനും നൽകാൻ ആഗ്രഹിച്ചെങ്കിൽ അതിനുവേണ്ടി ദൈവം ഇഹലോകത്തിൽ രൂപപ്പെടുത്തിയതാണ് ഓരോ കുടുംബത്തെ. ഭാര്യാഭർത്തൃ ബന്ധം ആ ബന്ധത്തിൻ്റെ സന്തോഷാനുഭവത്തിലേക്ക് പോകുന്നത് കുഞ്ഞുങ്ങളുടെ ജനനത്തോടെയാണ്. അവരുടെ വളർച്ചയുടെ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കൾക്ക് ജന്മം കൊടുക്കുന്ന ഏത് അപ്പനും അമ്മയും അവരുടെ നല്ല വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷ്മതയോടെ അവരുടെ വളർച്ചയിൽ കാര്യങ്ങൾ ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാലേ അവരുടെ വളർച്ചയെ സംബന്ധിച്ച് സന്തോഷിക്കാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, മാതാപിതാക്കളൊക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ ബൗദ്ധികമായ വളർച്ചയാണ്, അവരുടെ വിദ്യാഭ്യാസമാണ്. സഭയുടെ പഠനത്തിലും ഊന്നൽ കൊടുത്ത് പറയുന്നൊരു കാര്യം ഇതാണ്: മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വ്യക്തിത്വ വളർച്ചയിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസപരമായി ബൗദ്ധികമായി മികവ് കാട്ടുന്നില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി വളരുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കണം. കുടുംബ സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കണം. സമാധാനപൂർണമായ ഒരു കുടുംബാന്തരീക്ഷം, സ്നേഹപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് പണ്ടുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ അന്ന് ഒരു സ്കൂളിൽ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ പോയതാണ്. ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സാധു സ്ത്രീ എന്നെ കാണാൻ വന്നു. ആ സ്ത്രീയുടെ കൂടെ 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എന്നോട് ആ സ്ത്രീ സംസാരിച്ചു തുടങ്ങി. എന്നോട് പറഞ്ഞു, അച്ഛാ, അടുത്തയിടെയായി കുഞ്ഞുങ്ങൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങൾ ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്? ഒന്നിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇവന് ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ചോദിച്ചു, ആരെക്കുറിച്ചാണ് പരാതി? എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത കുഞ്ഞിനെക്കുറിച്ചാണ് പരാതി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പണ്ട് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു?
മിടുമിടുക്കനായിരുന്നു അച്ചു. പക്ഷേ അടുത്ത ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായേ? എൻ്റെ മോന് ക്ലാസ്സിൽ നിന്ന് പ്രോഗ്രസ് കാർഡുമായിട്ട് അടുക്കളയിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവന് വലിയ സന്തോഷമായിരുന്നു. എൻ്റെ അടുത്തേക്ക് ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ട് വന്ന് കാണിച്ചപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. കാരണം എൻ്റെ മോന് മുഴുവൻ മാർക്ക് കിട്ടിയിരിക്കുന്നു. സത്യം പറയാച്ചോ, അന്നേരം എൻ്റെ അയൽവക്കത്തുള്ള കല്യാണി അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നോട് ചോദിച്ചു, എടീ എൻ്റെ മോൻ്റെ പ്രോഗ്രസ് കാർഡ് എന്നെയും കൂടെ ഒന്ന് കാണിക്കാമോ? ഞാനൊന്നും വിചാരിച്ചില്ല അച്ചു. ഞാൻ അവളെ അതങ്ങ് കാണിച്ചു. അന്നേരം അവളൊരു പറച്ചിലായിരുന്നു അച്ചു, എടീ മേരിക്കുട്ടി, നിൻ്റെ മോന് എന്തുമാത്രം മാർക്കാ. സത്യം പറയാച്ച, എൻ്റെ കൊച്ച അന്ന് തൊട്ട് താഴോട്ട് പോയി തുടങ്ങി. അവൾ കണ്ണു വെച്ചത്. ഞാൻ ചോദിച്ചു, കുടുംബനാഥൻ എന്തിയേ? കുടുംബനാഥനെ കണ്ടില്ലല്ലോ. എന്നോട് പറഞ്ഞ ആദിയാൻ്റെ കാര്യമൊന്നും പറയണ്ട, പാതിരായ്ക്കാണ് കയറി വരുന്നത്, കള്ളു കുടിച്ചിട്ടാണ് വരുന്നത്. കുറേ പേരുണ്ട് കൂട്ടുകാർ, അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് ചീട്ട് കളിക്കും. കള്ളു കുടിച്ചിട്ട് വലിയ ബഹളം ഉണ്ടാക്കിക്കുക വീട്ടിലേക്ക് വരുന്നത്. അപ്പം മിക്കവാറും ഈ പിള്ളേരൊക്കെ കിടന്നിരിക്കും. ഇത് ഞാൻ കുടിച്ചേച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ പിള്ളേരെ എല്ലാം വിളിച്ചുണർത്തും. പിന്നെ പുള്ളിക്കാരന് കുഞ്ഞുങ്ങളുടെ പാട്ട് കേൾക്കണം, ഡാൻസ് കാണണം, ആകെ ബഹളാച്ചു. പിന്നെ അവസാനം അടിയും പിടുത്തമൊക്കെ ആയിട്ടാണ് അന്ന് രാത്രി അവസാനിക്കുന്നത്. ഞാനിത് കേട്ടിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, അയൽവക്കത്തെ കല്യാണി കണ്ണു വെച്ചതിൻ്റെ പ്രശ്നമല്ല ഇവിടെ ഉണ്ടായത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളുടെ മേൽ കണ്ണു വെക്കാതെ പോയതാ. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ചെറുക്കൻ കുട്ടിയായിരുന്നപ്പോൾ 1ലും 2ലും 3ലും ഒക്കെ പഠിച്ചിരുന്നപ്പോൾ അവനെ നയിച്ചിരുന്നത് മാത്സര്യ ബുദ്ധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി വാങ്ങിക്കുന്ന അത്രയും മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റണം, അവന് ഇടുന്ന നിറമുള്ള ഉടുപ്പ് എനിക്ക് ഇടാൻ പറ്റണം, അവന് ഉള്ള പേന എനിക്കും ഉണ്ടാവണം. ആ പ്രായത്തിൽ മാത്സര്യ ബുദ്ധി കുഞ്ഞുങ്ങളെ നയിക്കുന്നു. പക്ഷേ 4ാം ക്ലാസ്സിലേക്കും 5ാം ക്ലാസ്സിലേക്കും ഒക്കെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ അവർ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ തുടങ്ങും. കുട്ടികൾ നന്നായി പഠിക്കണമെന്നുണ്ടെങ്കിൽ, അവർ ബൗദ്ധികമായി വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാനസികമായൊരു സ്വസ്ഥത അവർക്ക് ലഭിക്കാനായിട്ടിടയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതിന് കാരണം എന്താ? ഈ അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ തങ്ങളുടെ ദൃഷ്ടികൾ വയ്ക്കാൻ പറ്റാതെ അവരുടെ താല്പര്യം വീടിന് പുറത്തേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ കുടുംബനാഥനോ നാഥയോ കുടുംബത്തിനുള്ളിൽ സുഖം തേടേണ്ടതിന് പകരം കുടുംബത്തിന് പുറത്തേക്ക് സുഖം തേടി പോകണം. മദ്യപനായിട്ടുള്ള ഒരു കുടുംബനാഥൻ ഭാര്യയ്ക്ക്, മകന്, മകൾക്ക് സ്വസ്ഥതയും സന്തോഷവും കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഇന്ന് മദ്യപന്മാരായിട്ടുള്ള കുടുംബനാഥന്മാരുള്ള യുവാക്കളുള്ള കുടുംബങ്ങളിലെ ഭാര്യ, മക്കൾ ഒക്കെ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശാരീരികമായ പീഡനമാണെന്ന്. അല്ല, അതിനപ്പുറത്ത് മാനസികമായി ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ഭാര്യമാരും മക്കളും പീഡിപ്പിക്കപ്പെടുകയാണ്. ഇതിൻ്റെ ഫലം എന്നാണെന്നറിയാമോ? വിവാഹ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ മാനസികമായ വികല്പമുള്ള ആളുകളായി വരികയാണ്. അടുത്തയിടെ വിവാഹിതരാകുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ മാനസിക രോഗമുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. തങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പലതും മനസ്സിൽ ഒതുക്കി വെച്ച് പോകുന്ന ഈ ആളുകൾ സാവധാനം മാനസിക രോഗാവസ്ഥയിലേക്ക് വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള മാതാപിതാക്കളെന്നോർത്ത് നമ്മുടെ കുടുംബങ്ങളിൽ മാരകമായ പല രോഗങ്ങളുമുള്ള മക്കളുണ്ടായെന്ന് വന്നാലും നമുക്ക് ക്ഷമിച്ചെന്ന് വരാം, നമുക്ക് അതൊക്കെ വിട്ടുകളയാം. പക്ഷേ ഭാവിയിൽ മാനസിക രോഗമുള്ള മക്കളുടെ എണ്ണം നമ്മുടെ കുടുംബങ്ങളിൽ കൂടുന്നു എന്ന് വരുമ്പോൾ അതാർക്കാണ് സ്വീകരിക്കാൻ പറ്റുന്നത്?
മദ്യപാനത്തിൻ്റെ വലിയൊരു ദൂഷ്യഫലമാണ് അത്. ഡോക്ടർമാർ പഠനം നടത്തുന്നവർ പറയുന്ന കാര്യം ഇതാ. മദ്യപന്മാരായിട്ടുള്ള പിതാക്കന്മാരുടെ മക്കൾക്ക് 80% മദ്യപന്മാരാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നവർ പറയുന്നു. ഒപ്പം അവർ കൂട്ടിച്ചേർക്കുകയാണ്, ഇങ്ങനെയുള്ള പിതാക്കന്മാരുടെ മക്കളിൽ നല്ല ശതമാനത്തിനും മാനസിക രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ മാനസിക രോഗികളുടെ സങ്കേതമായി മാറും എന്നത് നമ്മളെയൊക്കെ പേടിപ്പിക്കേണ്ട, നമ്മളെയൊക്കെ വിഷമിപ്പിക്കേണ്ട കാര്യം. ഇവിടെ ചില കുടുംബനാഥന്മാർ ചോദിക്കും, ഇതിനുള്ള പരിഹാരം എന്താ? പരിഹാരം വേറെയൊന്നുമല്ല, ലഹരിയിൽ നിറയുക. ഏത് ലഹരിയിൽ? കുടുംബസ്നേഹ ലഹരിയിൽ നിറയണം. ദൈവം അതിനാ കുടുംബത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. വൈകുന്നേരം അധ്വാനം കഴിഞ്ഞിട്ട് മദ്യപിക്കുന്ന കമ്പനികളിലേക്ക് പോകണ്ട, മറ്റു കൂട്ടങ്ങളിലേക്ക് നീ പോകണ്ട. നിൻ്റെ അധ്വാന ഫലവുമായി, നിൻ്റെ അധ്വാനത്തിനുണ്ടായ ക്ഷീണമൊക്കെ ആയിട്ട് നീ ദൈവം സന്തോഷിക്കാൻ തന്ന ഇടത്തിലേക്ക് വരിക. അത് കുടുംബമാണ്. അവിടെ ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലഹരിയിൽ നിറയുമ്പോൾ വേറൊരു ലഹരി അതിന് പകരമായിട്ട് വരികയില്ല. ഏതെങ്കിലും കുടുംബനാഥന്മാരോ യുവാക്കളോ മദ്യത്തിലേക്ക്, അത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോയി കുടുംബത്തെ തകർക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾക്ക് ദൈവം നൽകിയ ആ കുടുംബജീവിത ലഹരിയിൽ നിറയാൻ പറ്റുന്നില്ല. മറ്റൊരു വഴി പ്രാർത്ഥനയുടെ, തിരുവചനത്തിൻ്റെ ലഹരിയാണ്. സാധിക്കണം. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് വചനം വായിക്കുന്ന രീതി, പ്രഭാതത്തിലും സായാഹ്നത്തിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന രീതി, അതൊരു ലഹരിയാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ വചനത്തിൽ നിറയുന്ന ലഹരി. അങ്ങനെയുള്ള ലഹരിയിൽ നിറയുമ്പോൾ മദ്യമൊന്നും അതിന് പകരമാവില്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരത്തിന് വേണ്ടി മദ്യത്തെ ആശ്രയിക്കില്ല. എൻ്റെ ഭാര്യയിലേക്ക് വരും, മക്കളിലേക്ക് വരും, കുടുംബാംഗങ്ങളിലേക്ക് വരും. അവിടെയാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. മദ്യപിക്കുന്ന ആർക്ക് പറയാൻ പറ്റും മദ്യപിച്ചത് കൊണ്ട് എൻ്റെ പ്രശ്നം തീർന്നെന്ന്? നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കുടുംബജീവിതം ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പ്രശ്നത്തെ പ്രശ്നമായി കാണാതിരുന്നാൽ മതി, പ്രശ്നത്തെ യാഥാർത്ഥ്യമായി കണ്ടാൽ മതി. നമ്മൾ വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പം സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ കുഴിയുണ്ട്, അവിടെ ഗട്ടറുകളുണ്ട്, വളവുണ്ട്, കയറ്റമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. കയറ്റമുണ്ട്, കുഴിയുണ്ട്, വളവുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാതിരിക്കുമോ? കുടുംബജീവിതം ഇതുപോലെ തന്നെയാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളെന്ന് പറയാനൊന്നുമില്ല, അവിടെ യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ്. സാമ്പത്തിക തലത്തിലുള്ള പ്രശ്നങ്ങളാവാം, ബന്ധത്തിൻ്റെ തലത്തിലുള്ള പ്രശ്നങ്ങളാവാം, രോഗങ്ങളാവാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കാത്ത കാര്യമാകാം. ഇതെല്ലാം കുടുംബജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ചിലയിടത്തൊക്കെ നമ്മൾ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ കാണുന്നു. അത്തരത്തിൽ നമുക്ക് കുടുംബജീവിതത്തെ സമീപിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹാരമുണ്ട്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കുടുംബജീവിത പരിഹാരങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കുടുംബജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ എന്നും വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ഒരു കുടുംബനാഥൻ ദൈവത്തോടുള്ള വലിയ സ്നേഹം, ദൈവത്തോടുള്ള വലിയ ബന്ധം അതുവഴി പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഭാവി കുടുംബങ്ങളെ രൂപപ്പെടുത്താം. നമ്മുടെ ഭാവി കുടുംബങ്ങൾ തീർച്ചയായും നമ്മുടെ മക്കളിലൂടെയാണ് രൂപപ്പെടുക. അതുകൊണ്ട് ആരോഗ്യമുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ മാത്രമല്ല, ആരോഗ്യമുള്ളവരായി അവരെ വളർത്താൻ, ബൗദ്ധികമായി, മാനസികമായി, വൈകാരികമായി ഒക്കെ ആരോഗ്യമുള്ളവരായി അവരെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവം കൂട്ടായിട്ട് എന്നും നമ്മുടെ കൂടെയുണ്ട്. ഒരു കുടുംബത്തിന് രൂപം കൊടുക്കാൻ ദൈവം നാഥനെയും വിളിക്കുമ്പോൾ നല്ല കുടുംബത്തിന് രൂപം കൊടുത്ത് ആ കുടുംബത്തെ സന്തോഷത്തിലൂടെ നയിക്കാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം കൊടുക്കും. പക്ഷേ ദൈവം പറയുന്ന വഴിയിലൂടെ പോകണം. ദൈവം പറയുന്ന വഴിയിലൂടെ പോകുന്ന അപ്പനും അമ്മയാണെന്നുണ്ടെങ്കിൽ ദൈവം അളവില്ലാത്ത കൃപകൾ നൽകും. ഇത് നമ്മുടെ കുടുംബങ്ങളുടെ വലിയൊരു അനുഭവമാണ്, വലിയൊരു പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ ഭൂമിയിൽ
ദൈവത്തോടൊപ്പം നിലനിന്നതിന് കാരണം അതായിരുന്നു. ദൈവം കൃപ ഒഴുക്കിക്കൊടുത്തു മാതാപിതാക്കളിലേക്ക്, മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് ഒക്കെ. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കളെ എല്ലാ തലത്തിലും വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. കുടുംബത്തിന് പുറത്തേക്ക് നമുക്ക് സുഖം തേടി പോകണ്ട. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബത്തിനുള്ളിലേക്ക് വന്ന് നമുക്ക് സുഖം തേടാം. ഭക്ഷണം ഒന്നിച്ച് ഭക്ഷിക്കാം, ഒന്നിച്ച് വർത്തമാനം പറയാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം, പരസ്പരം തിരുത്താം, പരസ്പരം കരുതാം. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലെ സ്വർഗമായി നമ്മുടെ കുടുംബങ്ങൾ മാറുകയില്ലേ? അങ്ങനെയുള്ള കുടുംബത്തെയാണ് ദൈവം സ്വപ്നം കാണുന്നത്. കുടുംബത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ സ്വപ്നം കാണുന്നത് അത്തരത്തിലുള്ള കുടുംബത്തെയാണ്. ഞാനീ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു മാതൃകാ കുടുംബത്തെ നമുക്കിപ്പോൾ കാണാം. ആ കുടുംബം നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യാം. എൻ്റെ പേര് ജോസ്. എൻ്റെ വീട്ടുപേര് ചുള്ളാമഠത്തിൽ. ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് കുപ്പായക്കോട് പ്രദേശത്തു നിന്നാണ്. ഞങ്ങളുടെ ഇടവക പള്ളി കുപ്പായക്കോട് സെൻറ്റ് ജോസഫ് ചർച്ചാണ്. ഈ അടുത്തിരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേര് ചിന്നമ്മ എന്നാണ്. ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. ഇളയത് ആൺകുട്ടിയാണ്. അവൻ്റെ പേര് ജസ്വിൻ ജോസ് എന്നാണ്. അജു എന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നു. അവനിപ്പോൾ IHRD കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ഫൈനൽ ഇയറാണ് ഇപ്പോൾ. മൂത്തവളുടെ പേര് ജോസ്ന. അവളുടെ ടീച്ചറാണ്. തിരുവമ്പാടി ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. ജോസ്നയുടെ ഭർത്താവ് ബിനു ജോസഫ് പുല്ലേറമ്പർ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. രണ്ടാമത്തവളുടെ പേര് നൈന. അവളെ ഈ അടുത്ത നാളിലാണ് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. അടയ്ക്കാത്തോട് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് മുക്കാട്ടുകുന്നേൽ. ഭർത്താവിൻ്റെ പേര് ജിൻഡോ. കുടുംബ പ്രാർത്ഥന നയിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. മക്കളെ എല്ലാവരും ഒരുമിച്ചിരുത്തി ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥന ചൊല്ലാറ്. ജപമാല തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. കരുണക്കൊന്ത ചൊല്ലും, പിന്നെ സ്വയം പ്രേരിത പ്രാർത്ഥന ചൊല്ലും. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. ഓരോ ആവശ്യങ്ങളും നിരത്തി തമ്പുരാനോട് പ്രാർത്ഥിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഫലവത്താകുകയും ചെയ്യാറുണ്ട്. പിന്നെ ഏതെങ്കിലും അവസരങ്ങളിൽ പരീക്ഷ അങ്ങനെ തുടങ്ങിയുള്ള അവസരങ്ങളിലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാറുണ്ട്. മക്കളെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരുക്കി അനുഗ്രഹിച്ച് അയക്കാറുണ്ട്. പിന്നെ അവരുടെ പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങളിവിടെ ഇരുന്ന് പറ്റുന്നതാണെങ്കിൽ, ഞാൻ സ്കൂളിലാണെങ്കിൽ പറ്റില്ല, അല്ലാത്ത അവസരങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആ അവസരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കുർബാനയാണ്. കുർബാനയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. ഏത് കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയോഗം വെച്ച് കുർബാനയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത് ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ളത്. മക്കൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുത്തുമായിരുന്നു. ഒന്നിച്ചിരുന്ന് പിന്നെ പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചിരുത്തുകയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ശീലമായപ്പോൾ അവർ തന്നെ ഞങ്ങളെ വിളിച്ചിരുത്തുവാൻ തുടങ്ങി. മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ട് തന്നെ അവർ പ്രാർത്ഥനയുടെ ആദ്യ ഘട്ടങ്ങൾ തുടങ്ങുകയും പിന്നീട് അവർ തന്നെ അത് അവസാനിക്കുന്നതോളം വരെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പാട്ടുകളിലും, പിന്നെ അതെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം പുണ്യാളന്മാരുടെ കാര്യങ്ങളെപ്പറ്റി അവർ ചോദിച്ച് ഞങ്ങളോട് മനസ്സിലാക്കുകയും അങ്ങനെ നല്ല ഒരു പ്രചോദനം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരുന്നു. അവർക്കത് വളരെ ഗുണകരമായി ചെയ്തു. പിന്നീട് വലുതായപ്പോഴും അവർ അത് തന്നെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ മാതൃകയാവുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ജീവിതമല്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ തന്നെ ഇങ്ങോട്ട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഞങ്ങൾക്ക് തന്നെ വളരെ സന്തോഷവും ആശ്വാസമായിരുന്നു. അങ്ങനെയുള്ള അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പള്ളിയിലെ പരിപാടികളിലും ഒക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന മക്കളാണ്. പാട്ട് പാടാൻ ഗായക സംഘത്തിലുണ്ട്. അതുപോലെ തന്നെ വേദപാഠം പഠിപ്പിക്കുന്ന കാര്യത്തിൽ മൂത്ത മകൾ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രത്യേകത, മക്കളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനെന്താ ചെയ്യുക എന്നാലോചിച്ച് അന്നത്തെ കുടുംബ പ്രാർത്ഥനയെ ഞങ്ങൾ ആ പ്രശ്നം തന്നെ ഏറ്റവും കാര്യമായിട്ട് എടുത്തുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിനുള്ള ഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ശരിക്കും കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിയുന്ന തമ്പുരാനാണ്. ആ തമ്പുരാൻ്റെ മുന്നിൽ ഈ ആവശ്യങ്ങൾ നിരത്തി വെക്കുക. തീർച്ചയായിട്ടും തമ്പുരാൻ അത് പരിഹരിച്ചു തരും.
കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ മക്കൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവർ പറയും, ചില വീട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾ കൂട്ടത്തിലുള്ള കൂട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ തോതിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയാറുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ അവരോട് പറയും, നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പല സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കുടുംബ പ്രാർത്ഥനയുടെ മഹത്വം കൊണ്ട് ഒന്ന് മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ജസ്വിൻ, ഈ കുടുംബത്തിലെ ഇളയ അംഗമാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന എന്നത് എനിക്ക് വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിരുന്നു. ചെറുപ്പകാലത്തൊക്കെ എനിക്ക് കുടുംബ പ്രാർത്ഥന വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് നല്ല വഴി പറഞ്ഞു തന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഐക്യത്തോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ പേര് നയന, ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചീൻ്റെ 2 മക്കൾ, മൂത്തയാൾ ജോസഫ് സ്നേഹിത്, ഇത് മേരി നിവേദ. കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ചെറുപ്പം മുതലേ പപ്പയും മമ്മിയും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കുടുംബ പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് അത്ര ഒരു അവബോധം ഇല്ലല്ലോ. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സമീപനമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യമായിരുന്നു അത്. പക്ഷേ വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് പ്രാർത്ഥനയുടെ ഒരു മഹത്വം എന്താണെന്ന്. കാരണം ഏതൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് തമ്പുരാനാണ് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ആൾ എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇത്രയും ഞങ്ങളുടെ സെപ്പറേറ്റ് കുടുംബത്തെ എടുത്ത് നോക്കിയാലും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഈ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഒരു കുടുംബ പ്രാർത്ഥനയുടെ ഒരു മഹത്വം കൊണ്ട് തന്നെയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചേച്ചി കെട്ടിച്ചുവിട്ടതാണെങ്കിൽ ഞാൻ ചേച്ചിനെ വേഗം വിളിക്കും, ചേച്ചി ഇങ്ങനെയുണ്ട് പ്രാർത്ഥിക്കണം. അപ്പം അത് പ്രത്യേകം ചേച്ചി ആ പ്രാർത്ഥനയിൽ എപ്പോഴും എൻ്റെ കാര്യം ഓർക്കാറുണ്ട്. എനിക്ക് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നാലും ഒരു അധികമൊന്നും അറിയത്തുണ്ടാവില്ലായിരിക്കും ആൻസർ, എന്നാൽ പോലും ഒരു ധൈര്യമുണ്ട്. കാരണം എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം എനിക്ക് വേണ്ടി എൻ്റെ പേരൻസ്, എൻ്റെ സഹോദരങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും അങ്ങനെ പല സാഹചര്യത്തിലും നന്നായിട്ട് അതൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ഒത്തൊരുമയാണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അത് അത് എവിടെ പോയാലും ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും മിസ് ചെയ്യാറുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് പാട്ടൊക്കെ പാടുക, അതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ വീട്ടിൽ നിന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളെ നേരിട്ട് കഴിഞ്ഞൊരു സമയമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മകൻ, മൂത്ത മോൻ പിന്നെ ആസിസിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ സമയത്ത് ശരിക്കും ഒരു പ്രാർത്ഥനാന്തരീക്ഷം, ഇപ്പം മോനെ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തനാക്കിയിരിക്കുന്ന തമ്പുരാനല്ലാണ്ട് വേറെ ഒരാളും അല്ല. അതിന് ശക്തി തന്നത് ദൈവമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനെ സഹായിച്ചതും ഈ കുടുംബ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, തമ്പുരാനെ വിളിച്ചാൽ തമ്പുരാൻ ഒരിക്കലും കൈവിടിയില്ല. അത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്. എല്ലാവരോടും ഞങ്ങൾക്ക് പിന്നെ ശക്തി തരുന്ന ദൈവം അല്ലാണ്ട് വേറെ ഒരാൾ നമുക്കില്ല. വിളിച്ചപേക്ഷിച്ചാൽ അത് കൂട്ടായ്മയിലുള്ളൊരു പ്രാർത്ഥന, അതായത് കുടുംബ പ്രാർത്ഥന, അത് നമുക്ക് എപ്പോഴും നമ്മളെ എവിടെയും നയിക്കും. ദൈവം നമ്മളെ കൈവിടിയില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് ഈ കുടുംബ പ്രാർത്ഥനയും ഒരു പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതവും നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്നു ഈ എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഒരു സംഗതി ഇത് മാത്രമേ ഉള്ളൂ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ.
എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ഞങ്ങളുടെ ഏറ്റവും വലിയ മാതൃക ഞങ്ങളുടെ പപ്പയും അമ്മയാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ മാതൃകയാക്കുന്നതും പപ്പയും അമ്മയാണ്. അമ്മ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ പള്ളിയിൽ പോകുന്ന കാര്യത്തിലൊക്കെ ഞങ്ങളുടെ അമ്മ വളരെ സ്ട്രിക്റ്റാണ്. ഒരു അവധി ഉണ്ടെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും പള്ളിയിൽ പോയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അവധി ദിവസങ്ങളിൽ പള്ളി പോവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഇനിയിപ്പോൾ എത്ര വൈകിയാണ് വീട്ടിൽ എവിടെയെങ്കിലും പോയി വരുവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ കടക്കാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴാണെങ്കിലും ആ ഒരു പ്രാർത്ഥന ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് രൂപം നൽകിയ കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭാവി കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കേണ്ട മക്കളെ രൂപപ്പെടുത്തുന്ന കുടുംബത്തെ ദൈവമേ അനുഗ്രഹിക്കണമേ. മക്കളുടെ എല്ലാ വിധത്തിലുമുള്ള വളർച്ചയ്ക്ക് ആധാരം സന്തോഷപൂരിതമായ സമാധാനപൂരിതമായ കുടുംബാന്തരീക്ഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വസ്ഥമായ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത മാതാപിതാക്കളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കുടുംബത്തിന് പുറത്ത് സുഖം തേടാതെ കുടുംബത്തിനുള്ളിൽ സുഖം തേടാൻ, സന്തോഷം തേടാൻ എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.